ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടോ. ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓൾക്ക് വേണ്ടി എടുത്തേക്കുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഞാനിട്ടു. ആൻഡ് നമ്മളൊരു പുതിയ ഡ്രസ്സ് എടുത്തിന്, ഒരു ചുരിദാർ ട്രെൻഡ്സ് നിന്ന്, അത് ഓളിടും. ഓക്കെ, അതും ഗ്രീനാണ് ബട്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ എന്താണ് എൻ്റെ മുഖത്ത് ഇടാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഏതായാലും ഞാൻ ഇടുകയല്ലേ. പുറത്ത് സാധാരണ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഞാനൊരു ചെറിയൊരു ടച്ചപ്പ് നടത്തലുണ്ട്. അതെന്താന്ന് നിങ്ങൾക്കും കാണിച്ചു തരാം. എന്താണ് ഞാനൊരു ടച്ചപ്പൊക്കെ ചെയ്യലുണ്ട്. സോ അതെന്താന്ന് കാണിച്ചു കൊടുക്കാന്നുള്ളത് പറഞ്ഞു ഓളെ വർക്ക്. ഞാൻ മേലൊക്കെ കഴിക്കിട്ടോ, കാരണം എപ്പം മേലെ അല്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാവും. ഉറക്കത്തിന്റെ ഭ്രാന്തുണ്ട് മുഖത്ത്, ഭയങ്കര ഉറക്കമുണ്ട് കേട്ടോ. അതാണ് കാണുന്നത്. കള്ളന്മാര് കക്കാമോട്ട് കണ്ടടി കണ്ടില്ലേ ഉറക്കത്തിന്റെ കരയണതിനെ. ആദ്യം എൻ്റെ പുതിയ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഈ പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്രൊമോഷനല്ലാട്ടോ, ഇത് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ. ഇത് ഞാൻ പുതിയൊരു പ്രോഡക്റ്റ് വാങ്ങിയാണ്. ഇതിന്റെ സൺസ്ക്രീൻ ആയിരുന്നു ഞാൻ യൂസ് ചെയ്യല് കേട്ടോ. എന്നിട്ട് ഫോട്ടോ സ്റ്റേബിൾ ഇതിന്റെ ഞാനും പറയും സൺസ്ക്രീൻ ആയിരുന്നു യൂസ് ചെയ്യല്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഇന്നലെ വാങ്ങാൻ പോയപ്പം അത് അവിടെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ പകരം എനിക്ക് ഫോട്ടോ സ്റ്റേബിൾ ആക്നി SPF 55 ഉള്ളൂ. മറ്റേത് യൂസ് ചെയ്തത് ആക്നി അല്ല. ഓക്കെ, വാട്ടെവർ. ഓ, അത് എങ്ങോട്ടൊക്കെയാണ് ചാടി താങ്കൾ പോകുന്നത്? മൗഗ്ലിയാണോ? ഞാൻ വീട് ചാടി പോവുക. ഓക്കെ, എന്റെ അടുത്തുനിന്ന് ഒന്നും മിണ്ടാണ്ടിരിക്കുവോ? പൊടി. അപ്പോൾ ഉറക്കത്തിൽ ഒരു ഇതാണെന്നൊക്കെ പറയുന്നത് ആലോചിക്കണം. SPF 80 ആയിരുന്നു ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് ഇപ്പൊ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള. അപ്പൊ ഇത് ട്രൈ ചെയ്യാന്ന് ഞാൻ കരുതി. അതെ, ആലിയ ഭട്ടിന് വേറെ കിട്ടിയില്ല. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. സോ നമുക്കിത് യൂസ് ചെയ്ത് അവള് തൂക്കിയൊക്കെ നോക്കിയാർന്നു വെയിറ്റ് ലൈറ്റ് ആണോന്നൊക്കെ. ക്ലിയർ ജെല്ല്. ഓ, ക്ലിയർ ജെൽ AP. അത് ഞാൻ വേറൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തത്. എനിക്ക് പിന്നെ കൊറേ പ്രോഡക്ട്സ് കുറച്ചു പേര് നമ്മളോട് എന്താ പ്രൊമോഷന്റെ ഇതല്ലാതെ സ്കിൻ കെയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ല പ്ലീസ്, എനിക്ക് ഞാൻ റെഡി ആയിട്ട് വരാം. മേക്കപ്പ് ഇല്ലാണ്ട് വന്ന് നിൽക്കൂ. യു ഷുഡ് ഹാവ് ദാറ്റ് എനിക്ക് ആലിയ ഭട്ടിന്റെ അത്ര കോൺഫിഡൻസ് ഒന്നുമില്ല. ഐ ആം നോട്ട് ആലിയ ഭട്ട്. എന്നെ ഇത് കൊല്ലും. ഓക്കെ, ഞങ്ങള് ബ്യൂട്ടി പാർലറിൽ പോയി ഇവിടെ മുടി ചെയ്തപ്പോ ഒരു പെങ്കൊച്ച് ഇങ്ങനെ നോക്കിക്കായിരുന്നു. ഇവിടെ എന്നിട്ട് ആലിയ ഭട്ടിനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഏതിരുന്ന് കാണിക്കണതിന്. ഇതാണ് കേട്ടോ എൻ്റെ സൺസ്ക്രീൻ. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവളെ സൺസ്ക്രീൻ എൻ്റെ ഞാൻ തീർത്ത് കഴിഞ്ഞപ്പോൾ ഇവളത് യൂസ് ചെയ്യാന്ന് കരുതി ഇവളത് ഒരു വട്ടം ഞാൻ യൂസ് ചെയ്ത് നോക്കി. ലൈറ്റിങ് നോക്കിയല്ലേ. ഓക്കെ, ഇവളെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് അത് തീരെ മാച്ച് ആവുന്നില്ല സൺക്രോസിന്റെ സൺസ്ക്രീൻ. എൻ്റെ സൺസ്ക്രീൻ അത് ഡ്രൈ സ്കിന്നിനാണ് കേട്ടോ നല്ലത്. എൻ്റെ ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ കുറച്ച് ഓയിലി ആക്കി വെക്കും. എനിക്ക് ഓയിലിയും കൂടെ ആക്കുന്നില്ല. എൻ്റെത് എന്താ പറയാ, ഓയിലി സ്കിന്നും അല്ല ഡ്രൈയും അല്ല. അപ്പം എന്താ പറയാ, കോമ്പിനേഷൻ സ്കിന്നാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ലിപ് ബാം ആണ് കേട്ടോ. ഇതില്ലാണ്ട് ഒരു ജീവിതം ഞങ്ങൾക്ക് രണ്ടാൾക്കില്ല. സെബാമെഡിന്റെ ലിപ് ബാം ആണ് കേട്ടോ. ഇതിലും SPF 30 ഉണ്ട്. അപ്പൊ നമുക്ക് വിശ്വസിച്ചിടാൻ പറ്റും, ചുണ്ട് കറുത്തൂല. ലിപ്സ്റ്റിക് ഇടുന്നതിന്റെ മുന്നേ നമ്മൾ ഇങ്ങനത്തെ ലിപ് ബാം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇനി പിഗ്മെന്റേഷൻ ഓർ സംതിങ് വരാനുള്ള ചാൻസസ് അറിയാം. അപ്പം ഞാൻ ഇതിട്ടിട്ട് വരാം. അതിനിട്ട് വരാം. അങ്ങനെ ഞാൻ ലിപ് ബാം ഇട്ട് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റൂല, ബട്ട് ഇപ്പോൾ ഫേവറേറ്റ് ആയി വരുന്ന ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞ് മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ മാക്ക് ആദ്യം ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകുന്നു. ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഞാൻ ജീവിതത്തിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് മാക്ക് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് ഭയങ്കര പൗഡറി ആയിട്ട് ഫീൽ ചെയ്ത്. പിന്നെ ഞാൻ കുറേ കോട്ട് ലിപ് ബാം ഇട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കുമ്പോൾ കൊള്ളാം. പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ. പെട്ടെന്ന് മാഞ്ഞു തിന്നാനൊക്കെ പോവല്ലേ. ഓക്കെ, നമ്മൾ ഈ സൺസ്ക്രീനിൻ്റെ മുകളിൽ ഒരു മോയ്സ്ചറൈസിങ് ജെല്ലും കൂടെ ഇടാൻ പോകാണ്ട്. അപ്പോഴാണ് ഒരു ഞാനറിയാത്തൊരു ജെല്ല് ഞാനിപ്പോഴും ഇടലുണ്ട്.
ഇത് കോസ്മോ ഓസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അങ്ങനെ ഓവർ അറിയപ്പെടുന്ന അത് സൺസ്ക്രീൻ ആണോ ബേബി? അല്ലല്ല, മോയ്സ്ചറൈസിങ് ജെൽ, മോയ്സ്ചറൈസർ ആണിത്. അപ്പോൾ നമുക്കിത് ഇടാം. കൈമ നമ്മൾ ഇടുന്നതിന് മുന്നേ ഊതണം അതിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്താ സാധനം? മുടികളൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ മുടികളൊക്കെ കിട്ടുന്നു. ഞാനിന്ന് ചത്തു കൈസ്, ഓണമായിട്ട് അതിലെ ചരമക്കുളത്തിൽ. നമ്മൾക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് മോയ്സ്ചറൈസർ ഒക്കെ ഇടുന്ന ആളെ ആദ്യമായിട്ടേക്ക് നമ്മൾ കാണുന്നത്. പക്ഷെ എനിക്ക് ക്യാമറയിൽ കുറച്ച് വൃത്തിയോടല്ലോ എന്നെ കാണാൻ. ഇവിടെ ഒരാളുണ്ട് ഫുൾ മേക്കപ്പ് ഇട്ടാലേ ക്യാമറന്റെ മുന്നിൽ വരും. എനിക്ക് എന്റെ മകളുടെ അത്ര കോൺഫിഡൻസ് ഇല്ലാത്തത്. നമ്മൾ കണ്ണിൻ്റെ അടി കൂടെ എല്ലായിടത്തും കൂടെ ഇട്ട് കൊടുക്കണം. ഓള് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ബെനഫിറ്റിൻ്റെതാട്ടോ. അത് നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഓൾക്ക് അത് നല്ലോണം സ്യൂട്ട് ആവുന്നുണ്ട്. പക്ഷെ എനിക്ക് ലിപ് ബാം യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു അണ്ടർ ഐ ക്രീം ഇടാം. ഇതൊക്കെ അതിന് മുന്നേ ഇടണല്ലേ? മോളത് ഇപ്പിടുന്ന എൻ്റെ ഒരു വേ ഇങ്ങനെയാണ് ഇടുന്നത്. സോ ഇഫ് യു വാണ്ട് ടു ഫോളോ മീ യു ക്യാൻ ഫോളോ മീ. അല്ലല്ലോ വേണമെന്നില്ല കേട്ടോ. നമ്മളെ ആദ്യം ഇട്ടിട്ടല്ലേ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഒക്കെ ഇടുന്നത്? അല്ലല്ല അല്ലേ? യാ, നമ്മൾ നെക്കി പീനിട്ടാണ് നമ്മളെ അണ്ടർ ഐ ക്രീം എടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടൂല. ഓക്കെ, ഇന്നലെ ഞങ്ങൾ അത് വാങ്ങാൻ പോയിട്ട് അതും കിട്ടിയില്ല. അണ്ടർ ഐ ക്രീം ഇത് പഫിനെസ് ഒക്കെ പോകുന്നാ പറഞ്ഞത്. പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഞാനെപ്പോഴും ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാനെപ്പോഴും ബാറ്റ്മാനായിട്ട് എനിക്ക് തോന്നി. നത്തിങ് വർക്ക്സ്. പിന്നെ ഒരു റിലീഫ് കിട്ടും മേക്കപ്പ് ഒക്കെ ഇടുന്ന സമയത്ത്. അല്ലാണ്ട് വേറെ ഒന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട അല്ലേ? നമ്മൾക്ക് ബേബിയുടെ ഡാർക്ക് സർക്കിൾ ജനറ്റിക്കലി വന്ന സാധനമാണ്. എനിക്ക് ഇത് എന്താ പറയാ, കുടുംബസമേതം ഉണ്ട്. നല്ലപോലെ ഡാർക്ക് സർക്കിൾ ഉള്ള ടീംസ് ആണ് എല്ലാവരും. സോ അങ്ങനെ വന്നതാണ്. കുടുംബത്തോടെ കൊണ്ടുപോകുക. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാം. ഓ കണ്ണിൻ്റെ. ഓക്കെ, ഇനി മുന്നോട്ട് വരൂ താങ്കൾ. ബെനഫിറ്റിന്റെ ഈ ഒരു മസ്കാര, ഇത് നല്ല സാധനം ഉണ്ടോ? അത് ബെനഫിറ്റ് അല്ലേ? ഇത് ബെനഫിറ്റ്. നമ്മൾ കണ്ണെഴുതി പൊട്ടു തൊട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അടിച്ചുകൊണ്ട് ബ്ലഷ് ഇടും. എനിക്കും വേണം ബ്ലഷ്. ഞാൻ ഈ പോൺസിൻ്റെ നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡർ ഇട്ടു കേട്ടോ. ഇങ്ങനെ വെറുതെ ഒക്കെ പുറത്ത് പോകുമ്പോഴേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. ഫൗണ്ടേഷൻ ഞാൻ കുറവാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിട്ടിട്ട് വരാം. ഇതാണ് ഞാൻ നേരത്തെ ഇട്ട ലിപ്സ്റ്റിക്ക്. ഇതിങ്ങനെ ഇരിക്കും ഇട്ടാൽ. ഇങ്ങനെ ഇരിക്കുന്നു. അതിൽ ഞാൻ ഇരിക്കുന്ന അറിഞ്ഞോടാ. ലിപ്സ്റ്റിക് എങ്ങനെ ഇരിക്കുക? അതൊക്കെ ഞാൻ ഇരുത്തിക്കോളാം കേട്ടോ. ഇതാണ് നമ്മളുടെ ബ്ലഷ്. അങ്ങനെ നമ്മൾ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനത്തെ ഒരു ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറുങ്ങനെ ഒരു സ്പ്രേ അടിക്കും. താങ്കൾ എന്തായിരുന്നു ചെയ്യുന്നത് ബിഹൈൻഡ് ദ ക്യാമറ? ഞാൻ പറയട്ടെ? പറഞ്ഞോ. എവിടെ ബ്ലഷ്? ഈ ബ്ലഷ് റെവല്യൂഷന്റെ ഈ ഒരു ബ്രഷ്. മോളെ ഭാര്യ പോയി ഗൈസ്. റെവല്യൂഷന്റെ ബ്ലഷ് ഞങ്ങളിപ്പോ കാണിച്ചു തന്നത് നിങ്ങൾ ആരും വാങ്ങരുതല്ലോ. കാരണം അത് കൊള്ളൂല, നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പാടാണ്. അത് സ്മഡ്ജ് ആവൂല ഗൈസ്. എന്നെ അങ്ങനെ സക്സസ്ഫുള്ളി ഈ പെണ്ണുമ്പുള്ള പോസ്റ്റ് ആക്കി. എന്താ ഞാൻ ചെയ്യാ? ഒരു വർക്കുകാരി. അരി തന്നെ ഉണ്ടേ. ഇതൊക്കെ കാണിച്ചു കൊടുക്കല്ലേ? എനിക്ക് അരി വേണം ഗൈസ്. നമുക്ക് അരി തിന്നാൻ പോവാം. അരിയും പപ്പടവും പഴവും പായസവും എല്ലാം ഉണ്ട്. വണ്ടി വിളിച്ചാ? അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. എന്നാ ഇനി നോ മോർ പോസ്റ്റ് ആക്കൽ. എന്ത് ഇങ്ങനെതാ? എന്തേ മോളെന്തേലും ചെയ്തത്? ശരിയില്ലല്ലോ. പോവാം. എന്താ മണക്കുന്നോ? ദൈവം വളയിട്ടില്ലേ? ഇവക്ക് അതൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയുണ്ട് എന്ന് പറയുക. ഓക്കെ,
ഇങ്ങനെയുണ്ട് ഈ അറ്റയർ. ഇതൊരു ഓണം അറ്റയറാണ്. എന്തൊക്കെ ഓണം എന്ന് പറയാം. നമ്മള് മുന്നെടുത്തതാണ് പക്ഷെ നമ്മള് അറിയാൻ പച്ചയും മാച്ച് ആക്കി എടുത്തതാ. കൂടുതൽ മയക്കുമേലെ തട്ടിയാല് ഇതൊക്കെ ഇപ്പൊ പുറത്തായാനാ. ഓൾറെഡി പുറത്തായി. ഇതാ അവിടെ ഇത് മൈക്കിന് വെയിറ്റ് ഉള്ള പോലെ പോകുന്നു. വീനക്കായോണ്ടേ വൈഡായി പോകുന്നു. ഡ്രസ് കുറച്ച് ലൂസാണ്. അപ്പൊ രണ്ടാമത് വീനക്കാണ് അല്ലേ? ഞാനിപ്പോ കുറച്ച് മുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇത് ഞാൻ തരാന്ന് പറഞ്ഞല്ലേ മോക്ക് വേണം. ഞങ്ങളോട് പറഞ്ഞത് എടുത്തോന്ന്. പക്ഷെ ഷോക്ക് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. സദ്യ കഴിക്കാൻ പോകാം. ഓക്കെ, നമുക്ക് സദ്യ കഴിക്കാൻ പോവാം. അവിടുന്ന് കാണാം. കേൾക്കൂലല്ലേ? അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തി. ഞാൻ പഠിച്ചൊക്കെ തിന്നിക്കുന്നു. ഞാൻ നന്നായിട്ടല്ല പഴട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ സദ്യ എന്ന് പറയുന്നത്. ലെറ്റ്സ് ഡു ഇറ്റ്. ഇപ്പൊ പിരിഞ്ഞോളൂ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിട്ടോ. മൈക്കൊക്കെ വർക്കിംഗ് അല്ലേ? അതെ, നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു. ഉറക്കം വന്നിട്ട് ഒരു നിവൃത്തിയില്ല. പായസമൊക്കെ കുറെ ഉണ്ടായിരുന്നു. നമ്മള് പഴത്തിന്റെ അല്ല, ഒരു 2 കഴിച്ചുള്ളൂ. ഒന്ന് സേമിയ, ഒന്ന് പാലടയും പപ്പടവും പഴവും, പിന്നെ പഴത്തിന്റെ ഞാൻ കുറച്ച് കഴിച്ചു. പിന്നെന്താ മറ്റേത് ടേസ്റ്റ് ചെയ്തില്ല. കുറച്ചു അത് കൊള്ളൂല. അതിന് മോള് ടേസ്റ്റ് ചെയ്താ? ഞാനെല്ലാം ടേസ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് പാലടാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വേറെ ഒന്നും ഇഷ്ടമായില്ല. എനിക്ക് ഉറക്കം വരുന്നു. എനിക്ക് ഉറക്കം വരുന്നു. എന്റെ ജോലിയെല്ലാം തീർന്നു. ഇനി ഒരു ലൈവ് പോയിട്ട് ഉറങ്ങാം. ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് പറ. ഡ്രസ് ചോദിക്കുന്നവരോട് ഇതൊക്കെ ട്രെൻഡ്സ് എന്നാണ് അല്ലേ? ഞങ്ങൾ ട്രെൻഡ്സ് ടോപ്പ് 2 ട്രെൻഡ്സ് എന്നാണ്. അല്ലാണ്ട് ഇപ്പൊ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്താൻ നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ. അല്ല, നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടല്ലോ. സോ ഇന്ന് നബിദിനമാണ്. എല്ലാവർക്കും ആശംസകൾ. ഇന്ന് മറവ എന്റെ സിസ്റ്ററിന്റെ ബർത്ത്ഡേയും ആണ് അറബി മാസത്തില്. ഹാപ്പി ബർത്ത്ഡേ മറു. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ എല്ലാവരും ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കൂ. നല്ലത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കൂ. ഓണത്തല്ലൊന്നും കൂടാണ്ടിരിക്കുക. ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് ഓണത്തിനെങ്കിലും ഒരു തല്ല് കൂടാണ്ട്. അല്ല, മുസ്ലിംസിനോടാണ് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം നിങ്ങളാണ് നമ്മളെ കമന്റ് സെക്ഷൻ വൃത്തികേടാക്കുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ ഒരു ദിവസം തന്നെങ്കിലും, നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ദിവസം തന്നെങ്കിലും നിങ്ങൾ നല്ല രീതിക്ക് നല്ലോണം നിൽക്കാൻ നോക്കുക. കമന്റ് ബോക്സിൽ കിടന്ന് തൂറരുത്, വൃത്തികേടാക്കരുത്. അപ്പൊ നമുക്ക് പോവാം. ബൈ ബൈ.